ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ രണ്ടാമത്തെ ദിവസത്തിലെ ലാസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷിംബുലാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നമുക്ക് കേബിൾ കാർ യാത്രയാണുള്ളത്. ഒരു 45 മിനിറ്റ്സാണ് ഉള്ളത്. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പറയാൻ പറ്റില്ല. അവിടെ മഞ്ഞ് വരാനും കോടമഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പോകും വഴി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം, ആസ്വദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഷിംബുലാക്കിനെ കുറിച്ച് അറിഞ്ഞാലോ. ഷിംബുലാക്കിന് ചിംബുലാക്ക് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. അൽമാട്ടിക്ക് സമീപമുള്ള ഒരു സ്കീ റിസോർട്ടാണ് ഇത്. മധ്യേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സ്കീ റിസോർട്ടാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്റർ, അതായത് 7200 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെയിലിസ്കി അലറ്റൗ പർവ്വതനിരയിലെ മൊഡ്യൂ താഴ്വരയുടെ മുകൾ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടി നഗരത്തിന് തെക്ക് മെഡിയോ റോഡിലൂടെ ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഈ റിസോർട്ട് പ്രദേശം. സൗമ്യമായ കാലാവസ്ഥയും വലിയ അളവിലുള്ള സൂര്യപ്രകാശമുള്ള ദിവസങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട്. ശൈത്യകാലം, അതായത് നവംബർ ടു മെയ് വരെ വലിയ അളവിലുള്ള മഞ്ഞുവീഴ്ചയും ഉള്ള ഒരു പ്രദേശമാണിത്. ആ സമയത്ത് ഈ പ്രദേശം മുഴുവൻ സ്നോ കൊണ്ട് മൂടപ്പെട്ട് ഫുൾ വൈറ്റ് ആയിരിക്കും. ഈ കാണുന്ന പച്ചപ്പെല്ലാം വൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ സ്നോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നവംബർ മെയ് മാസത്തിനുള്ളിൽ ഇവിടേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മഞ്ഞ് കാണാൻ അത്ര താല്പര്യമില്ല, പച്ചപ്പ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരുടെ സമ്മർ ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിപ്പോൾ എത്തിയ സമയം, അതായത് സമ്മർ അവസാനിക്കുകയും ചെയ്തു, വിൻ്റർ തുടങ്ങുന്ന ഒരു സമയമാണ്. വിൻ്റർ ആയിട്ടില്ല, പക്ഷേ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ കേബിൾ കാറിന് മൊഡ്യൂ ഷിംബുലാക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു സ്പോർട്സ് കോംപ്ലക്സ്, മൊഡ്യൂ, സ്കീ റിസോർട്ട്, ഷിംബുലാക്ക് എന്നിവയൊക്കെ ബന്ധിപ്പിച്ച ഒരു മേഖലയിലൂടെയാണ് ഈ കേബിൾ യാത്ര പോകുന്നത്. ഇത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് 2011 തുറന്നു കൊടുത്തത്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഇവിടെ ഈ കേബിൾ യാത്ര മാത്രമല്ല കേട്ടോ, നമുക്ക് നടന്നു കയറാം, അതുപോലെ സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. ഞങ്ങൾ കേബിൾ യാത്രയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കേബിൾ യാത്രയ്ക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളിത് ഓരോ ഫാമിലിയായിട്ട് ലൈനായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാണ്. ഒരു 3 പ്രാവശ്യം നമ്മളിങ്ങനെ കയറി ഇറങ്ങി. ആദ്യം ഫസ്റ്റ് ഒരു സ്ഥലത്തെത്തും, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്, പിന്നെ ലാസ്റ്റ് പ്ലേസിലേക്ക്, അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കേബിൾ കാറ് കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഓപ്പണിംഗ് ഉള്ള കേബിൾ കാറും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളതിൽ കയറാൻ നോക്കിയപ്പോൾ അത് ഇന്ന് ഓപ്പണിംഗ് അല്ല എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയോ ദിവസമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മഞ്ഞിൻ്റെ ഇതുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഇന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനത്തെ ക്ലോസ്ഡ് ആയ കേബിൾ കാറിൽ തന്നെയാണ് കയറിയത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് നമുക്ക് ഒരു കേബിൾ കാറിൽ 8 പേർക്ക് കയറാം. അങ്ങനെ 8 പേര് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കയറുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ കേബിൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ അടി കൂടെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കുന്നുകളിൽ മുഴുവൻ നമ്മുടെ പൈൻ ട്രീയും അങ്ങനത്തെ മരങ്ങളൊക്കെയാണ് കേട്ടോ ഒത്തിരി ഉള്ളത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം സ്റ്റാർട്ടിംഗ് ആണ്, ഭയങ്കര സ്ലോവിലാണ് നമ്മുടെ ഇത് പോകുന്നത്. ഞാൻ ഇത്തിരി സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്, എന്നാലും ഇത് ഭയങ്കര സ്ലോവിലാണ്. പിന്നെ നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കേബിൾ കാറിൻ്റെ ഫുള്ള് ചില്ലിനും ഒരു കൂളിംഗ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പുറത്തത്തെ ഭംഗി ഒന്നുകൂടി അത്രയും പച്ചപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. നമ്മൾ ഈ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ റോഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുതായി വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കുതിരക്കൂട്ടം ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല രസമാണ് ഈ യാത്ര കേട്ടോ. എന്തായാലും ഇവിടെ കസാക്കിസ്ഥാനിൽ വരുന്നവരെല്ലാവരും ഈ യാത്ര മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ വെള്ളം പോകുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതിനുവേണ്ടി ഒരു കനാലും കാര്യങ്ങളൊക്കെ
അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ മലനിരകളിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പോകുന്ന വഴിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേബിൾ കാറും അത് ചെറുതായിട്ട് തട്ടുന്നൊക്കെ ഉണ്ട്, അതിൻ്റെ തുമ്പുകളൊക്കെ ചെറുതായിട്ട് തട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയാണ് ക്രിസ്മസ് ട്രീ. നമ്മുടെ നാട്ടിലാണ് നമ്മൾ എന്താ പറയുക, പ്ലാസ്റ്റിക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ശരിക്കും ഒറിജിനൽ എന്താ പറയുക, അതേ ആ ട്രീയുടെ അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒത്തിരി അങ്ങനത്തെ ട്രീകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ലൈവ് വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ ആ സമയത്ത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തി തുടങ്ങി കേട്ടോ. നമ്മൾ താഴത്തെ കാഴ്ചകൾ നോക്കുമ്പോൾ നമ്മുടെ അതൊക്കെ ചെറുതായി തുടങ്ങി. ഇപ്പം നമ്മൾ നല്ല ഉയരങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ചുറ്റും മലകൾ തന്നെയാണ്. അതുമ്പോൾ നിറയെ ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീകൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇങ്ങനെ നോക്കി കാണുന്നത്. ഞങ്ങളുടെ കൂടെയുള്ളത് സുബിനും അമിതയാണ്, പിന്നെ റേച്ചലും ജോജുട്ടനാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പം ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഫാമിലി വെച്ചിട്ടാണ് എല്ലാവരും കയറിയിട്ടുള്ളത്. അങ്ങനെ സെക്കൻഡ് സ്ഥലത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കയറി, പിന്നെ സെക്കൻഡായിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് നമ്മൾ 3rd പ്ലേസിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഓപ്പണിങ്ങിൻ്റെ കേബിൾ കാറ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും അതിൽ കയറാൻ പോയില്ല. ഞങ്ങൾ ക്ലോസ്ഡ് ആയ ഏരിയയിൽ ഈ 2nd പ്ലേസിലേക്ക് എത്തുമ്പോൾ തന്നെ കോടമഞ്ഞ് വന്നു തുടങ്ങി. ഫസ്റ്റ് കയറിയിരുന്ന അവിടുന്ന് നമുക്ക് അത്ര അധികം തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ 2nd പ്ലേസിലെത്തിയപ്പോൾ എല്ലാവർക്കും നല്ല തണുപ്പായി. നമ്മളുള്ള എല്ലാ ജാക്കറ്റും അതുപോലെ ക്യാപ്പും മഫ്ലറും എല്ലാം പുറത്തേക്ക് എടുത്ത് എല്ലാവരും ഇട്ടു. ഇത് കണ്ട ഇവിടെ എത്തിയപ്പോൾ ഇവിടെ സ്നോ കണ്ടു. അപ്പോൾ അത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ പിള്ളേരെല്ലാവരും അതൊക്കെ ഒന്ന് തൊട്ട് തലോടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്നോ എടുത്ത് അതിൻ്റെ ഇടയിൽ എറിയിലും കളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയിലൊക്കെ കഴിഞ്ഞു. അതാണ് എൻ്റെ മേത്ത് ഒരു ലേശം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സെറ്റിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ സ്റ്റേഷനിൽ ഒത്തിരി ഹോട്ടൽസും കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഒരു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ അവർ പാരമ്പര്യമായിട്ട് അവർ ധരിക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ ഈഗിളിനൊക്കെ വെച്ച് പിടിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനും ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരം ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ അതിനെ നിൽക്കുന്നില്ല, നമുക്ക് അവിടെ ഫസ്റ്റ് എത്തണം. കാരണം നമ്മൾ വൈകിട്ടാണ് ഇവിടെ എത്തിയത് കൊണ്ട് നമുക്കിനി മുകളിലെത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാഴ്ചകളൊന്നും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം മഞ്ഞ് ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്, കോടമഞ്ഞ് വന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ ഇനി നേരം ലാസ്റ്റ് ഏറ്റവും ടോപ്പിലേക്ക് പോവാനുള്ള കേബിൾ കാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. Hi, say hi. പക്ഷെ നമ്മൾ നേരത്തെ കയറി വേണ്ടി ചെറുതായി അത് How is the ride, Adrida Neo? It's wonderful. Flying up in the sky. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ? ഈ മാസം ഭയങ്കര തണുപ്പാണ്. അടുത്ത മാസം വല്ല മാറും. പിന്നെ അങ്ങനെ തണുപ്പോട് തണുപ്പാണ്.
മൈനസ് ഡിഗ്രി സെൽഫിഷാണ്. ഐസ്ക്രീം വേണം. അങ്ങനെ താ ഞങ്ങൾ മേലേക്ക് എത്തി. മേലേക്ക് എത്തിയപ്പോൾ എന്താ പറയുക, ചുറ്റുള്ളതൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. ഇവിടെയൊക്കെ മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ നല്ല തണുപ്പുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ വായന്നിങ്ങനെ പുക പോകുന്നില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും ഇവിടെ ഇറങ്ങി ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും ഉള്ള ഒരു സാവകാശം എല്ലാവർക്കും കിട്ടിയില്ല. കാരണം അത്രയും സ്പീഡിൽ നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു ഇതിലാണ് നിന്നത്. കാരണം എന്താ പറയുക, ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. ഇതാണ് ടോപ്പ് ആയിട്ടുള്ളത് എൻ്റെ കേട്ടോ. ടോപ്പിൽ വന്നതിന് ശേഷം ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വാക്കിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം കയറിപ്പോന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ വേഗം കയറിപ്പോയി, ഞങ്ങൾ മാത്രമായി ലാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം പോന്നു. ഈ ടോപ്പിൻ്റെ ആ ഭംഗി, പ്രകൃതി ഭംഗി നമുക്ക് കാര്യമായിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഈ മഞ്ഞ് കാരണം കൊണ്ട് നമുക്ക് പച്ചപ്പൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ പച്ചപ്പൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ സെപ്റ്റംബറിനെക്കാട്ടും മുന്നേ വരണം. ഞങ്ങൾ സെപ്റ്റംബറിലാണ് പോയത്. അതിന് മുന്നേ ആയിട്ട് വരണം കേട്ടോ, എന്നാലാണ് നമുക്കതൊക്കെ കാണാൻ പറ്റുള്ളൂ. മഞ്ഞ് ഇറങ്ങിയപ്പോൾ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ടോപ്പിൽ നിന്ന് വേഗം അടുത്ത ലെവലിലേക്ക് വേഗം കയറി. കാരണം നമുക്കിവിടെ അധികം നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും തണുത്ത് വിറച്ച് ചുണ്ടൊക്കെ എന്താ പറയുക, ഒരു മരവിച്ച പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ എവിടെയെങ്കിപ്പോൾ വേഗം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി നമ്മൾ അടുത്ത നടുവിലത്തെ സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. കാണാൻ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റോപ്പിലെത്തി മാറി കയറണമെന്നും പിന്നെ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ വേഗം അങ്ങനെ ഇറങ്ങുകയാണ്. കാരണം നമ്മൾ വരുമ്പോൾ തിരിച്ചു വരുന്ന അതേ സെയിം കാഴ്ചകളാണ്, വേറെ വഴി കൂടിയൊന്നുമല്ലല്ലോ വരണേ. അപ്പോൾ അതുകൊണ്ട് അധികം പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പണി വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ബ്ലറായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം ആ ഗ്ലാസ്സിന് കുറേ സ്ക്രാച്ചും പിന്നെ അതുപോലെ കൂളിംഗ് ഒട്ടിച്ച് കാരണമുണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അവിടെയും ഇനിയും പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള ഐസ് റിഗ് ഉള്ളത് ഇവിടെയാണ് ഒത്തിരി അന്താരാഷ്ട്ര മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പ് സമയത്താണ് അതിൻ്റെ സീസൺ ആയിട്ടുള്ളത്. ഇപ്പോൾ അത് ക്ലോസ്ഡ് ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. She does videos. No, that's subscribe. അതിന്റെ ക്രോസ് ചെയ്തിട്ടാണോ വന്നേ ഇങ്ങോട്ട്? എന്താ ക്രോസ് ചെയ്തേ? എല്ലാം കാണാം നമുക്ക്. അങ്ങനെ നമ്മുടെ രസകരമായ കേബിൾ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേബിൾ യാത്ര. മക്കളൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദൂരം കേബിൾ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും കസാക്കിസ്ഥാനിൽ വരുന്നവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഷിംപുലാക്ക്. അത് ശരിക്കും ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. അതവിടെ എല്ലാവരും വരും. അതുപോലെ കേബിൾ യാത്ര എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരികെ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കസാക്കിസ്ഥാനിൽ കണ്ട ഒരു സ്കൂളാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഹോട്ടലിൽ എത്തിയേക്കാണ്. കാരണം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ ലഘുവായ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കണം. കാരണം എല്ലാവർക്കും വിശന്ന് പമ്പരം മൂളിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ ഹോട്ടലിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി വ്യൂവും കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മുടെ കെട്ടിയന്മാരെല്ലാവരും കൂടി ആദ്യം തന്നെ ഹോട്ടലിൽ കയറി അവരുടെ അടുത്ത് പറഞ്ഞു ഇത്രയും ആൾക്കാരുണ്ട്,
അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഫുഡ് എന്തൊക്കെയുള്ളത് അതൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ വലിയൊരു ഗ്രൂപ്പ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. കാരണം മക്കളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ബഹളം ഉണ്ടായിരിക്കും, ശബ്ദം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ശബ്ദവും ബഹളമൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിച്ചെടികളും മുന്തിരിക്കുലകളും ഒക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പെയിൻറ്റിങ്സ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല. അവർ മുകൾ ഭാഗത്തൊക്കെ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലിങ്ങനെ. പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഏറ്റവും ടോപ്പിലെത്തി. ഞങ്ങളുടെ പ്ലേസും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റെപ്പ് കൂടി കയറാനുണ്ട് കേട്ടോ. അതാ മുന്തിരി കൊലകളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലത്തെ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാർബിക്യൂ യാർഡെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഗൂഗിളിൽ. അപ്പോൾ നമുക്കിവിടെ കസാക്കിസ്ഥാനിൽ വരുന്നവർക്ക് ഈ ഹോട്ടലൊന്ന് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള പ്ലേസിലോട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളനുസരിച്ച് എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി സെറ്റായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ എത്തി തുടങ്ങി. ആദ്യം സൂപ്പ്, പിന്നെ റൈസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കച്ചാപ്പൂരി ഉണ്ട്. പക്ഷേ ജോർജിയത്തെ കച്ചാപ്പൂരിയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കച്ചാപ്പൂരിയെക്കാട്ടും. അങ്ങനെ എല്ലാം എത്തി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ പറഞ്ഞ ചിക്കൻ ഓർഡർ ചെയ്തത് ഈ ചിക്കനാണോ ഉദ്ദേശിച്ചത്? ഫുൾ ചിക്കൻ ആണോ? ഫുൾ ചിക്കൻ ചിക്കൻ പറയണ്ട, അത് ഞങ്ങൾക്ക് മനസ്സിലാവത്ത്. കച്ചാപ്പൂരി ഇവിടെ വന്നപ്പോഴാണ് കച്ചാപ്പൂരിയുടെ കുഴപ്പമില്ല. സ്മോൾ മതി. അങ്ങനെ എല്ലാവരും നല്ല ആവേശത്തോടെയായിട്ടുള്ള കഴിപ്പാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉച്ചത്തെ നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എന്തായാലും ഫുഡ് വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കച്ചപ്പുരിയാണ് എല്ലാവർക്കും മിസ്സായിപ്പോയത്. ജോർജിയയിലെ കച്ചപ്പുരിയായിരുന്നു ഒന്നുകൂടി ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വിശപ്പുള്ളത് കൊണ്ട് പിന്നെ എന്തും കിട്ടിയാലും നമ്മൾ കഴിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നുകൊണ്ട് എല്ലാവരും നന്നായി കഴിച്ചു.
അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ റൂമിലോട്ട് നേരെ പോവുകയാണ്. ഇവിടെ താഴെ ഒരു ചേട്ടനിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാനത് പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ ഈ ഹോട്ടലിന് തന്നെ പുറത്ത് വേറൊരു വൈബാണ് കേട്ടോ, പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.